ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. കെമിക്കൽ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് നമ്മുടെ മുടിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളൊരു ഹോം റെമഡിയാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വെറും 3 സാധനങ്ങൾ മാത്രം മതി. ഇവിടെ ഞാൻ ഒരു പിടി ഇല എടുത്തിട്ടുണ്ട്, 4 ചെമ്പരത്തിപ്പൂ, അതുപോലെ തന്നെ പൊടിച്ച ഉലുവയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നാടൻ ചെമ്പരത്തി തന്നെ എടുക്കുക കേട്ടോ, അതിനായിരിക്കും കുറച്ചുകൂടെ ഗുണം കൂടുതൽ. ഇവിടെ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നിങ്ങളുടെ മുടിയുടെ ആവശ്യാനുസരണം മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ, ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ചെമ്പരത്തിപ്പൂ ആദ്യം ഇട്ട് കൊടുക്കുക. കാര്യം ആ ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ സത്തും ആദ്യമേ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇല ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചെമ്പരത്തിപ്പൂ എന്ന് പറയുമ്പം നമ്മുടെ ഹെയർ ഫോൾ തടയാനും അതുപോലെ തന്നെ മുടിക്ക് ഷൈനിങ് തരാനും വോളിയം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറെല്ലാം ഇളകിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. നമ്മളിപ്പം ലാസ്റ്റ് ഉലുവ പൊടിച്ചതിടുന്നത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എപ്പോഴേലും ആദ്യമേയോ അവസാനമോ ഉലുവ പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് ഇതിട്ടിരിക്കുന്നത്. എല്ലാം കൂടെ തിളച്ച് വന്നതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. ചൂടാറാതെ ഇട്ടാൽ ഒന്നേ കണ്ടടിക്കും, അല്ലെങ്കിൽ കൈ കൊള്ളും, അത്രയേ ഉള്ളൂ. ചൂടോടെടുത്ത് ജാറിൽ ഒഴിച്ചിട്ട് അവസാനം കൈ കൊള്ളിയിട്ട് ഞാൻ പറഞ്ഞു തന്നാലും പറയരുത് കേട്ടോ. അത് ജാറിൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് അതൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് അടിച്ചാൽ മതി. അതിനുശേഷം നമ്മളിത് അരിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് അരിപ്പയാണോ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് അടിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ തലയിൽ ഒഴിക്കുന്ന സമയത്ത് ഇത് പറ്റിയിരുന്ന് ഇത് കുളിച്ചാലും പോകത്തില്ല, മുടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇത് അരിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും നല്ല എളുപ്പമാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിവിടെ, ഒത്തിരി തിക്കും ആവരുത്, അതുപോലെ തന്നെ ഒത്തിരി ലൂസും ഒന്നും ആവരുത്. ഇനി നമ്മുടെ ഹോം മെയ്ഡ് താളി ഞാൻ എൻ്റെ സ്വന്തം തലയിൽ തന്നെ തേക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെറുതെ നമ്മുടെ തലയിൽ ഒഴിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. പനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നവരാണെങ്കിൽ 10 മിനിറ്റൊക്കെ നിന്നാൽ മാത്രം മതി. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു വ്യത്യാസവും ഇല്ല, യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി താളിയാണിത്. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാൻ നല്ല എഫക്റ്റീവും റിസൾട്ടോട് കൂടിയിട്ടുള്ള ഒരു താളിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.